ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൈറ്റ്സ് ഓഫ് ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. 5-ാം നൂറ്റാണ്ട് മുതൽ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും 1950-ൽ 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോഹണം ഒരു സത്യവിശ്വാസമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് 15-ൽ നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടൊപ്പം 75-ാമത്തെ സ്വർഗാരോഹണ തിരുനാൾ ആണ് ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ മാതാവ് സ്വർഗാരോഹണം ചെയ്തത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപാണ് ഗബ്രിയേൽ മാലാഖ കന്യകയായ മറിയത്തിനടുത്തെത്തി പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നതും. വിവാഹം കഴിക്കാതെ ഗർഭാവസ്ഥയിൽ തുടരേണ്ട ഒരു കന്യക വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നിലൂടെയാണ് നിറവേറുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ മറുവശം എന്തെന്നാൽ പാപം ചെയ്തവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത് എന്നോർക്കണം. ഈ ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ മുഖം ചുളുക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇവിടെയാണ് മറിയത്തിൻ്റെ വിശ്വാസം വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് മറിയത്തോട് പറയുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടി. എലിസബത്ത് പറയുകയും ചെയ്യുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്ന്. ഇവിടെ മാതാവ് ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടാവുമെങ്കിലും പിന്നീട് ജീവിതത്തിൽ കാണുന്നത് മുഴുവൻ സഹനമാണ്. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് പേരെഴുതി ചേർക്കാനായി ദാവീദ് ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ഗർഭിണിയായ മറിയത്തിനും പോകേണ്ടിയിരുന്നു. ഗർഭാരിഷ്ഠതയും നീണ്ട യാത്രയും ഇതൊരു സഹനമല്ലേ? പ്രസവിക്കാൻ കാലമായപ്പോൾ കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്നു. ഇതെല്ലാം എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? ഇതും സഹനമല്ലേ? ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ ശിമിയോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുന്നത്, ഈ പുത്രൻ അനേകരുടെ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകും. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. വരാനിരിക്കുന്ന സംഭവം മുൻകൂട്ടി പറഞ്ഞു കേട്ട മറിയം ആനന്ദിക്കുമോ? ഇതൊരു സഹനമല്ലേ? ഹെരോദേസ് ശിശുവിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈജിപ്തിലേക്ക് പോകുക എന്ന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് ശിശുവിനെയും കൊണ്ട് മാതാവിനെ ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു. ഏകദേശം 11 ദിവസത്തെ യാത്രയാണിതെന്ന് ദൈവപണ്ഡിതന്മാർ പറയുന്നു. ഇത് സഹനമല്ലേ? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറെടുത്തവർ മരണപ്പെട്ടു എന്നറിഞ്ഞ് വീണ്ടും ഇസ്രായേലിലേക്ക് മടക്കയാത്ര. ബാലന് 12 വയസ്സുള്ളപ്പോൾ പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോയ മറിയത്തിൻ്റെ കുടുംബവും സംഘവും ഒരു ദിനം യാത്ര അവസാനിപ്പിച്ചപ്പോഴാണ് യേശു കൂടെയില്ല എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് വരികിൽ എന്തുമാത്രം മനോവേദന നാം അനുഭവിക്കുന്നു. അത് തന്നെയാണ് അന്നും മാതാവിന് സംഭവിച്ചത്. 3-ാം ദിവസം ബാലനെ കണ്ടെത്തുന്നത് വരെ അത് തുടർന്നു. പിന്നീട് പീഡാനുഭവ വേളയിലും കുരിശുമരണ സമയത്തും മുൻപ് ശിമിയോൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ വാൾ തുളച്ചു കയറുന്ന വേദന അനുഭവിച്ചില്ലേ? വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾക്ക് തന്നെ ദൈവസാന്നിധ്യം അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്വർഗവാസത്തിന് അർഹനാണ്. ദൈവകുമാരന് വേണ്ടി ജീവിച്ച അമ്മ പുണ്യവതിയാണെന്നതിൽ സംശയമില്ല. തീർച്ചയായും അമ്മ പറുദീസയിൽ തന്നെയാണ്. മുൻപ് കണ്ട ഒരു വീഡിയോ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നു. അതിങ്ങനെയാണ്: ഒരു പെന്തക്കോസ്ത സ്ത്രീ മറിയത്തെ സംസ്കരിച്ച കല്ലറ കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ അമ്മയെ ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് മറിയം സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നതെന്ന് ചിലർക്കെങ്കിലും അത് ശരിയാണെന്ന് തോന്നിയേക്കാം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഉത്തരം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും ആശംസകൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.